ഈശോമിശിഹായിൽ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ലിസി, സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്. തിരുവനന്തപുരം കൗസിലെ മദർ സുപ്പീരിയറാണ്. ദൈവവിളി എന്ന് പറയുമ്പോൾ ദൈവം ഓരോരുത്തരെയും സ്നേഹത്തോടെ വിളിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്ന മറുപടിയാണ് ദൈവവിളി. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ നമ്മെ അവിടുന്ന് തിരഞ്ഞെടുത്തുവെന്ന് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹാത്തിൻ്റെ വിളി, മോശയുടെ വിളി, അങ്ങനെ സകലരുടെയും വിളികളെക്കുറിച്ച് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ തനിക്കിഷ്ടപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ നമ്മെ ഓരോരുത്തരെയും വളരെയധികം ഇഷ്ടപ്പെട്ട് നമ്മുടെ കുറവുകളിലേക്ക് നോക്കി, പോരായ്മകളിലേക്കെല്ലാം നോക്കി, മകളെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ദൗത്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വിളിയിൽ നാം ഓരോരുത്തരും അനുദിനം സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ വിളി ദൈവത്തിൻ്റെ ദാനമാണ്. വിളിയെ ഒരു വലിയ മഹാനിധിയായി കരുതിക്കൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ അനുദിന ശുശ്രൂഷകൾ മുന്നേറുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, തകർച്ചകൾ, വേദനകളൊക്കെ ഉണ്ടാകാം. ആ തകർച്ചകളെല്ലാം ഉയർച്ചകളായി മാറ്റാൻ നമ്മുടെ നല്ല തമ്പുരാന് സാധിക്കും. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ മിഷൻ ലീഗിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ്, വിശുദ്ധ ത്രേസ്യായുടെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ദൈവവിളി ഉണ്ടായത്. അങ്ങനെ ഞാൻ ദൈവവിളി ക്യാമ്പിന് പോയി. അങ്ങനെ എൻ്റെ സന്യാസ സമൂഹത്തിൽ ചേർന്ന് ഇന്ന് ഞാൻ സിസ്റ്ററായിട്ട് 24 വർഷം പൂർത്തിയാക്കി. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ മിഷൻ ലീഗിലൂടെ പ്രവർത്തിച്ച് വിശുദ്ധ ത്രേസ്യായുടെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് പ്രചോദനം ലഭിച്ചത്. ഇന്ന് ഞാൻ സിസ്റ്ററായിട്ട് 44 വർഷം പൂർത്തിയായി. എൻ്റെ സന്യാസ ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈശോ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നു. ദൈവവിളി എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവവിളിയുടെ ഈറ്റില്ലം നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുക. മാതാപിതാക്കളുടെ സന്മാതൃകകളെ, പ്രാർത്ഥനാ ജീവിതം, ത്യാഗനിർഭരമായ ജീവിതം, ഇതിലൂടെയെല്ലാം നല്ല ദൈവവിളികൾ നമുക്ക് ലഭിക്കുന്നു. ഇന്നിൻ്റെ ലോകത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവവിളിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ദൈവവിളിക്ക് ധാരാളം അവസരങ്ങൾ കുടുംബങ്ങളിൽ നമുക്കുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ അതിപ്രസരം കൊണ്ടും മറ്റു പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പലർക്കും ദൈവവിളി സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം ആരുടെയും കഴിവുകൾ നോക്കിയല്ല വിളിക്കുക. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് നമുക്ക് അറിയാം. ശിഷ്യ സമൂഹത്തിലെ കുറവുകൾ, പോരായ്മകൾ, വലിയ വിദ്യാഭ്യാസമോ ഡിഗ്രി ഒന്നുമില്ലാത്ത മീൻപിടുത്തക്കാരായ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരിലൂടെ ദൈവം തമ്പുരാൻ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ അവരിലൂടെ സാധിച്ചു. ഇന്നും നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നുണ്ട്. ആ ഉൾവിളി ശ്രവിക്കുവാൻ സാധിക്കണം. ചിലപ്പോഴും നമ്മളെ ഒരു പാട്ടിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വചനം വായിക്കുമ്പോഴായിരിക്കാം, ഒരുപക്ഷെ നല്ലൊരു ഉപദേശത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോഴായിരിക്കാം, ദൈവവചനം വായിക്കുമ്പോഴായിരിക്കാം. പല വിധത്തിലും ദൈവം നമ്മളെ പലരിലൂടെയും വിളിക്കുന്നത്. ആ വിളിയുടെ സ്വരം നാം ശ്രവിച്ച് ദൈവവിളി സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ളത്. ഞാൻ മിഷൻ ലീഗിലൂടെ പ്രവർത്തിച്ചപ്പോഴാണ് എനിക്ക് വിശുദ്ധ ത്രേസ്യായുടെ പുസ്തകം വായിച്ചപ്പോഴാണ് ദൈവവിളിക്കുള്ള പ്രചോദനം ലഭിച്ചത്. എൻ്റെ വീട് നിലമ്പൂർ പാലാങ്കരയാണ്. മാനന്തവാടി രൂപതയിലാണ് ഞങ്ങളുടെ ഇടവക സമൂഹം. ദൈവവിളി ക്യാമ്പിന് പോകുന്ന കാര്യം വികാരി വീട്ടിൽ പറഞ്ഞു.
അപ്പം വീട്ടിൽ നിന്ന് വികാരിച്ചൻ പള്ളി വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയും പറഞ്ഞു. അങ്ങനെ മണിമൂളിയിലാണ് ദൈവവിളി ക്യാമ്പിന് പോയി. വീട്ടിൽ പറഞ്ഞപ്പോഴേ ആദ്യം പോവണ്ട എന്നൊക്കെ പറഞ്ഞു. മഠത്തിലെ ഭയങ്കര കഷ്ടപ്പാടാണ്, പോവണ്ട എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ വല്യമ്മച്ചിയോട് പറഞ്ഞു, വല്യമ്മച്ചി ചാച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു അവളുടെ ആഗ്രഹമല്ലേ അവളെ വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോൺവെൻറ്റിൽ ചേർന്നു. ഫോർമേഷൻ കാലഘട്ടങ്ങളിലൂടെ നീങ്ങി. എനിക്ക് എൻ്റെ ഫോർമേഷൻ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം നല്ല ഫോർമേഷൻ എൻ്റെ അധികാരികൾ എനിക്ക് നൽകി. ഫോർമേഷൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ആ സാഹചര്യവുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം പ്രാർത്ഥനാ ജീവിതം, നമ്മളുടെ ഫോർമേഷൻ തരുന്നവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. എനിക്ക് പെട്ടെന്ന് വിഷമം തോന്നുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് വിഷമം തോന്നി മിണ്ടാതിരിക്കും. അപ്പോഴൊക്കെ നല്ല ഉപദേശങ്ങളാലും നിർദ്ദേശങ്ങളാലും ഒക്കെ കൂടുതലായി പ്രാർത്ഥനയിലൂടെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു. എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. അങ്ങനെ ഞാൻ ഈശോയുടെ മണവാട്ടിയായി തീർന്നപ്പോൾ ഈശോ എന്നിലൂടെ എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ അനേക ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. തെരുവിലൂടെ അലയുന്ന മാനസിക രോഗികളായ ആരോരുമില്ലാത്ത മക്കളെ ശുശ്രൂഷിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി, മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ തെരുവിലൂടെ അലയുന്ന മാനസിക രോഗികളായ അമ്മമാരെയും സഹോദരിമാരെയും ശുശ്രൂഷിക്കുന്ന എൻ്റെ എളിയവരായ മക്കൾക്ക് ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ എനിക്ക് തന്നെ ചെയ്യുക എന്ന തിരുവചനം ആസ്പദമാക്കി ഈ മക്കൾക്ക് എളിയ ശുശ്രൂഷ ചെയ്യുവാൻ ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ ശുശ്രൂഷ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹതീരം തിരുവനന്തപുരം മിതിർമലയിലാണ് സ്ഥിതി ചെയ്യുക. കല്ലറ പഞ്ചായത്തിലെ 2016 ജാനുവരി 30 55 അമ്മമാരും സിസ്റ്റേഴ്സും MSW സ്റ്റാഫ്, കോ വർക്കറ്, നേഴ്സ്, അക്കൗണ്ടറൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വന്നു. ഇത് ശശീന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് വൃദ്ധസദനം തുടങ്ങാൻ ഉണ്ടാക്കിയ കെട്ടിടമായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് അത് തുടങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഫോട്ടോ ഫ്രണ്ടിൽ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ഞങ്ങൾക്കിവിടെ സ്നേഹതീരം തെരുവിലൂടെ അലയുന്ന അമ്മമാരെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിലൂടെ ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിവിടെ 120 അമ്മമാരെ സംരക്ഷിക്കുവാൻ സാധിക്കുക. ഞങ്ങളുടെ ഈ സ്നേഹതീരത്തിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് പോവുക, ഞങ്ങളുടെ ഭവനത്തിൻ്റെ അനുദിന കാര്യങ്ങൾ മുന്നോട്ട് പോവുക. 2 ഭവനങ്ങളുടെയും ഞങ്ങളുടെ മെയിൻ ഭവനം കൊല്ലം ജില്ലയിൽ വിളക്കുടിയിലാണ്. ഞങ്ങളുടെ സ്നേഹതീരത്തിൻ്റെ ഡയറക്ടർ ഞങ്ങളുടെ അമ്മയായ സിസ്റ്റർ റോസിലിനാണ്. ഞങ്ങളുടെ 2 ഭവനങ്ങളും മുന്നോട്ട് പോവുക സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് സ്നേഹതീരത്തെ മക്കളുടെ അനുദിന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വന്നു ആദ്യം എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മതപരിവർത്തനത്തിനും കിഡ്നി വ്യവസായത്തിനും ഞങ്ങൾ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞങ്ങളിവിടെ വന്നതിന് ശേഷം നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലായി, സുമനസ്സിലായ നല്ല ആൾക്കാരുടെ സഹായം കൊണ്ട് സ്നേഹതീരത്തിൻ്റെ അനുദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദൈവവിളി എല്ലാവർക്കും ഒരു വിളിയുണ്ട്. കുടുംബജീവിതത്തിലേക്കുള്ള വിളിയും ദൈവത്തിൻ്റെ വിളിയാണ്. സന്യാസവിളി അത് സന്യാസികൾക്കുള്ളതാണ്. വിളിയെല്ലാം ഓരോ ജീവിതാന്തസ്സും ദൈവവിളിയാണ്. അതിനെയെല്ലാം നാം എങ്ങനെ എടുക്കുന്നു, അത് എങ്ങനെ ജീവിക്കുന്നു എന്നതിലൂടെയാണ് അതിൻ്റെ മഹത്വവും മാഹാത്മ്യവും അടങ്ങിയിരിക്കുക. ഈ 44 വർഷത്തെ സന്യാസ ജീവിതത്തിനിടയ്ക്ക് ചെറിയ കുഞ്ഞുങ്ങളെ നഴ്സറി പഠിപ്പിക്കാൻ സാധിച്ചു. അവർക്ക് 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തും അതേപോലെ അവരെ ABCD ആക്ഷൻ സോങ്ങൊക്കെ പഠിപ്പിച്ച് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം കുടുംബ പ്രേക്ഷിതത്വത്തിലെ കുടുംബങ്ങളിൽ എല്ലാ ജാതിമത ഭേദമന്യേ കുടുംബ സന്ദർശനം നടത്തി അനേകം മക്കളുടെ വേദനകളെ മനസ്സിലാക്കുവാനും മദ്യപന്മാരെയും മറ്റ് അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ധ്യാനത്തിന് വിടുവാനും അനേകം മക്കൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനും സാധിച്ചു. മിഷൻ ലീഗിലൂടെ, മാതൃവേദിയിലൂടെ, KCYM-ലൂടെ ഒക്കെ എനിക്ക് മക്കളെ, ദൈവജനത്തെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്.
ദൈവത്തിൻ്റെ വിളി നമുക്ക് പലതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലൂടെ, അല്ലെങ്കിൽ ഒരു സംസാരത്തിലൂടെ, വചനം വായിക്കുന്നതിലൂടെ, മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുന്നതിലൂടെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ വിളി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവവും നാമും തമ്മിലുള്ള സംഭാഷണമാണ്. ആവശ്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല പ്രാർത്ഥന. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ ആവശ്യം പോലും ദൈവം തമ്പുരാൻ നടത്തിത്തരും. നാം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നാം ധ്യാനിക്കണം. ഈശോ ഗെത്സമേനിയിലെ പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. ആ ഈശോയുടെ മനോഭാവത്തോടെ എല്ലാ പ്രാർത്ഥനകളിലും ദൈവഹിതത്തിനായി നാം ആരായണം. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടത്തിൽ ബിഹോർ ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. പ്രാർത്ഥനാ ജീവിതം ഈശോയുടെ ഹിതത്തിന് നാം വിട്ടുകൊടുക്കുന്നതായിരിക്കണം. ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ സന്യാസ സമർപ്പണ വൈദിക ജീവിതത്തിൻ്റെയൊക്കെ പ്രസക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ പ്രസക്തി കൂടിയിട്ടേ ഉള്ളൂ. അത് ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാവിധ രംഗത്തും ഒരു ഇടവകയെ എടുത്താൽ ആ ഇടവകയെ മുന്നോട്ട് എത്ര നന്നായിട്ടാണ് ഓരോ വൈദികർ കൊണ്ടുപോവുക. സിസ്റ്റേഴ്സ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, അതുപോലെ എല്ലാ മേഖലകളിലും വളരെയധികം നല്ല ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി കൂടിയിട്ടേ ഉള്ളൂ. ഭാവിയിലെ ഇനി അനേകം മക്കളെ തെരുവിലൂടെ അലയുന്ന ആരോരുമില്ലാത്ത ബന്ധുക്കളാൽ, സ്വന്തപ്പെട്ടവരാൽ, ആർക്കും വേണ്ടാത്തവരായ അനേകം മക്കൾ ഇനിയും തെരുവിലുണ്ട്. അവരെയൊക്കെ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കണം എന്ന വലിയ ആഗ്രഹമാണ് എനിക്ക് ഉള്ളത്. ഓരോ ദൈവവിളിയും ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമാകുന്ന ദൈവവിളിയെ വലിയ നിധി പോലെ കണ്ടുകൊണ്ട് സന്യാസത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സഹോദരിമാരോടും എനിക്ക് പറയാനുള്ള, ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും എത്ര കരുതലോടെ, കാരുണ്യത്തോടെ, സ്നേഹത്തോടെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ വിളി ഏറ്റവും മഹോന്നതമായി കണ്ടുകൊണ്ട് തങ്ങളെ ഏൽപ്പിച്ച ഈ ദൗത്യം ഏറ്റവും പരിപൂർണതയും നന്നായി ചെയ്യുവാൻ തങ്ങളെ പല വിധത്തിലുള്ള ശുശ്രൂഷാ മേഖലകൾ നമുക്കുണ്ട്. ആ മേഖലകളിലെ സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് വേണ്ടി, ഈശോ ഓരോ വ്യക്തിയെയും കാണുന്നത് പോലെ ഈശോയുടെ സ്വരമായി, ഈശോയുടെ കൈയായി, കാലായി പ്രവർത്തിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും സ്നേഹതീരത്തെ വേർതിരിച്ച് കാണിക്കുക. ഈ മക്കളുടെ എല്ലാ ശുശ്രൂഷയും സ്നേഹതീരത്തെ ഞങ്ങളാണ് ഇവരെ കുളിപ്പിക്കുക, ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ സ്വന്തമായി വസ്ത്രമെടുക്കുവാനോ, സ്വന്തമായി കഴിക്കുവാനോ, പല്ല് തേക്കുവാനോ, സ്വന്തം ശരീരം ശ്രദ്ധിക്കുവാനോ ഒന്നും അറിയാത്ത ഈ മക്കളെ സ്വന്തം എന്ന പോലെ കരുതി സ്നേഹിക്കുന്നതാണ് ഞങ്ങളെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇന്നിൻ്റെ ഈ സമൂഹത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, അക്രമങ്ങൾ, അനീതികളൊക്കെ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവസ്നേഹത്തിൽ നിന്നും പരസ്നേഹത്തിൽ നിന്നുമൊക്കെ നമ്മൾ ഒത്തിരിയേറെ മാറി. പിന്നെ തിന്മയുടെ ശക്തിയുടെ വലിയൊരു പ്രവർത്തനം ഉണ്ട്. പിന്നെ മാധ്യമ പ്രസരം, പണ്ടത്തെ പോലെ TV മറ്റ് കാര്യങ്ങളുടെയൊക്കെ അതിപ്രസരം മൂലവും നമ്മൾ ഒത്തിരിയേറെ മാറിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിനൊന്നും ഒട്ടും വിലയില്ലാതെ, മനുഷ്യ ജീവിതത്തിന് വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങുക. ശുശ്രൂഷാ മേഖലകളിൽ ഇപ്പോൾ ഇടവക പ്രവർത്തനങ്ങളിലാണെങ്കിൽ ഇടവകയിലെ വൈദികനും സിസ്റ്റേഴ്സൊക്കെ പണ്ട് കാലഘട്ടങ്ങളിലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഇനിയും നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലെ പോരായ്മകൾ, അല്ലെങ്കിൽ ഇടവക ജനത്തോട്, അല്ലെങ്കിൽ ശുശ്രൂഷാ മേഖലകളിലൊക്കെ നമുക്ക് അത്രമാത്രം ഒരു ഇത് ലഭിക്കുന്നില്ലെങ്കിൽ നാം അവരുടെ കുടുംബങ്ങളിൽ പോയി അവരെ സംസാരിച്ച്, ഇന്ന് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു ഇത് കുറവൊക്കെ ഉണ്ട്, അവരെ സംസാരിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നാം ഉത്സുകരാകണം. ഞങ്ങളുടെ കുടുംബം അച്ചായി, അമ്മയും ഞാനാണ് മൂത്തത്. എനിക്കൊരു സഹോദരൻ സണ്ണി, സാലി, അനുജത്തി കൊച്ചുറാണി. ഞങ്ങളുടെ കുടുംബം സാധാരണ കുടുംബമായിരുന്നു. എൻ്റെ ചാച്ചന് പാൽ സൊസൈറ്റി ജോലിയായിരുന്നു.
ചാച്ചൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ മുടക്കുകയില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. അങ്ങനെ പ്രാർത്ഥനയിലെ വളരെയധികം ചിട്ടയോടുകൂടിയായിരുന്നു മുന്നോട്ട് പോകുന്നത്. അതേപോലെ വിശുദ്ധ ബലിയിൽ രാവിലെ കുർബാനയ്ക്ക് പോകും. ഞങ്ങൾ പറ്റുന്നിടത്തോളം ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ആധ്യാത്മിക ജീവിതം എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് കൂടുതൽ പ്രചോദനം. എൻ്റെ മാതാപിതാക്കളെ പ്രാർത്ഥനാ ചൈതന്യമുള്ളവരായിരുന്നു. ഞങ്ങളെ വളരെ ചിട്ടയോടും നിഷ്കർഷയോടും കൂടിയാണ് വളർത്തിക്കൊണ്ടുവന്നത്.